ഹൃദയം തകർന്നൊരു നാൾ യേശുവേ നിന്നെ വിളിച്ചു, കരുത്തേകും നിൻ കരം എൻ തോളിൽ പതിച്ചു, ദുഃഖം മറന്നു. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. റോമർക്കെഴുതിയ ലേഖനം 8:6 ഇങ്ങനെയാണ് പറയുന്നത്: ജഡീക അഭിലാഷങ്ങൾ മരണത്തിലേക്ക് നയിക്കുന്നു, ആത്മീയ അഭിലാഷങ്ങൾ ജീവനിലേക്കും സമാധാനത്തിലേക്കും. സഹോദരങ്ങളെ, ഈ റോമർ 8:6 അന്വർത്ഥമാകത്തക്ക വിധത്തിൽ ഒരു സംഭവം ഞാൻ നിങ്ങളോട് പങ്കുവെക്കാം. 1945 കാലഘട്ടം. ജപ്പാനിലെ ഹിരോഷിമയിൽ അമേരിക്കൻ വൈമാനികൻ ബോംബ് വർഷിച്ചപ്പോൾ ലോകം ഏറ്റവും വലിയ മനുഷ്യത്വരഹിതമായ കൃത്യത്തിന് സാക്ഷിയാകുകയായിരുന്നു. മേജർ റോബർട്ട്സ് വെൽവിൻ ആ വർഷം ഓഗസ്റ്റ് 6 ഹിരോഷിമയെ ഭസ്മമാക്കിയ അണുബോംബ് വർഷിച്ചത്. ഹിരോഷിമ കത്തിച്ചാമ്പലാകുന്ന കാഴ്ച നേരിൽ കണ്ട വെൽവിൻ തൻ്റെ ഡയറിയിൽ ഇങ്ങനെ കുറിച്ചു: ദൈവമേ, ഞങ്ങൾ എന്താണ് ചെയ്തത്? പിന്നീട് അദ്ദേഹം അണ്വായുധ നിരോധനത്തിന് വേണ്ടി പ്രവർത്തിച്ചു. സഹോദരങ്ങളെ, ജഡീക അഭിലാഷങ്ങൾ, കാഴ്ചപ്പാടുകൾ മരണത്തിലേക്ക് നയിക്കുന്നു, എന്നാൽ ആത്മീയ അഭിലാഷങ്ങൾ ജീവനിലേക്കും സമാധാനത്തിലേക്കും. ഇവിടെ വെൽവിൻ്റെ ചിന്താമണ്ഡലം മാറിപ്പോവുകയാണ്. ദൈവമേ, ഞങ്ങൾ എന്താണ് ചെയ്തത്? അദ്ദേഹം പിന്നെ അണുവായുധ നിരോധനത്തിന് വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ളതാണ്. സഹോദരങ്ങളെ, വെൽവിൻ വിമാനത്തിന് പിന്നിൽ പറന്ന രണ്ടാമത്തെ വിമാനത്തിൻ്റെ ക്യാപ്റ്റൻ ലെനാർഡ് ചെഷെയർ എന്ന പ്രഗത്ഭനായ ബോംബർ പൈലറ്റായിരുന്നു. ആകാശത്തോളം ഉയർന്ന അഗ്നിപ്രളയത്തിൽ മനുഷ്യനും നാടും നഗരവും ഇല്ലാതാകുന്ന ഭീകരക്കാഴ്ച ചെഷെയർ കണ്ടു. അദ്ദേഹം ഉറക്കെ പറഞ്ഞു: ഇനി ഒരിക്കലും ലോകത്ത് ഒരു യുദ്ധമുണ്ടാകരുത്. സഹോദരങ്ങളെ, ഇന്ന് ലോകം മുഴുവനും യുദ്ധമുഖരിതമായ അന്തരീക്ഷത്തിൽ കൊടുമ്പിരിക്കൊണ്ടിരിക്കുകയാണ്. 1945 കാലഘട്ടത്തിൽ അണുബോംബുണ്ടാക്കിയതായ തിക്തഫലങ്ങൾ ഒത്തിരി വ്യാപകമായിരുന്നു. അന്ന് ഇനി യുദ്ധം ഉണ്ടാകരുത് എന്ന് ആ ബോംബ് വർഷിച്ചവൻ മാനസാന്തരത്തിലേക്ക് നയിക്കപ്പെട്ടപ്പോൾ പറഞ്ഞ വാക്കുകൾ. അദ്ദേഹം പറയുകയാണ്: ഇനി ഞാൻ ഒരു നിമിഷം പോലും മനുഷ്യൻ്റെ നാശത്തിന് വേണ്ടി ചെലവിടില്ല. കഷ്ടപ്പെടുന്ന ജനസമൂഹത്തിന് വേണ്ടി ജീവിതം മാറ്റിവെക്കും. അങ്ങനെ അദ്ദേഹം ചെഷെയർ ഹോംസുകൾ തന്നെ, അഭയകേന്ദ്രങ്ങൾ തന്നെ കെട്ടിപ്പടുത്തു. സഹോദരങ്ങളെ, ഹൃദയത്തിൽ നിന്ന് തിന്മയെ അകറ്റിയാൽ മാത്രമേ നാം സമൂഹവും രക്ഷപ്പെടുകയുള്ളൂ. സഹോദരങ്ങളെ, ഈ തിന്മ എന്ന് പറയുന്ന ജഡത്തിൽ നിന്നുണ്ടാകുന്നതാണ്, ജഡീക അഭിലാഷത്തിൽ നിന്നുണ്ടാകുന്ന ബുദ്ധിമണ്ഡലത്തിൽ ഉദിക്കുന്നതാണ്. എന്നാൽ ഈശ്വരനിൽ ലയിക്കുമ്പോൾ നന്മകൾ പുറപ്പെടും. ഒരു സൺഡേ സ്കൂൾ അധ്യാപകൻ ജീവിത വിശുദ്ധിയെക്കുറിച്ച് കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പരസ്പരം ക്ഷമിക്കണം, നിമിതപ്പെടണം, അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല എന്ന്. ആ ഒരു കുട്ടി പതിപോലെ അന്ന് രാത്രി അമ്മൂമ്മയോടൊപ്പം പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു. കർത്താവ് ഉണരുന്നതിന് മുമ്പ് മരിക്കാനിടയായാൽ എന്നെ കാത്തോളണമേ എന്ന് ആ കുഞ്ഞ് പ്രാർത്ഥിച്ചു. കുട്ടി വേഗം എഴുന്നേറ്റ് താഴത്തെ നിലയിലേക്ക് ഓടി. അവൻ എന്തോ പാപം ചെയ്തിട്ടുണ്ട്, കുറ്റം ചെയ്തിട്ടുണ്ട്, ക്ഷമിച്ചിട്ടില്ല എന്നൊരു ചിന്ത അവനെ കടന്നുകൂടി. അവൻ്റെ അനുജൻ ഉറങ്ങുകയായിരുന്നു. കിടക്കയൊക്കെ അടുത്ത് അവൻ്റെ ഭംഗിയുള്ള പാവകൾ നിരത്തി വെച്ചിരുന്നു. മൂത്ത കുട്ടി അനുജനെ ചുണ്ടി പിടിപ്പിക്കുന്നതിനായിട്ട് അവൻ ആ പാവകളെല്ലാം തല കീഴാക്കി വെച്ചിട്ടാണ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. അവനതൊരു കുറ്റബോധം തോന്നിയിട്ട് അവൻ തൻ്റെ അനുജൻ്റെ പാവകളെയെല്ലാം നേരത്തെ ഇരുന്ന പോലെ അവൻ വെച്ച പോലെ തന്നെ അടുക്കി വെച്ചു. അവന് തോന്നി, ഞാൻ ചെയ്തത് ശരിയായില്ല. ശിശുക്കളുടെ ഹൃദയം നിഷ്കളങ്കമാണ്. അവർക്ക് ശരിയും തെറ്റും തിരിച്ചറിയാൻ കഴിയും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരിൽ കുടികൊള്ളുന്നു. തിന്മയുടെ ആ ഉത്ഭവം തന്നെ
സൽസ്വഭാവത്തെയും എല്ലാം നഷ്ടപ്പെടുത്തി കളയും. അത് മുളയിലേ നുള്ളിക്കളയുന്നതാണ് ഏറ്റവും മനോഹരം. അപ്പോൾ ആത്മാവിൻ്റെ അഭിലാഷങ്ങൾ നടക്കുകയും സമാധാനത്തിന് സ്വസ്ഥതയ്ക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കാൻ തയ്യാറാകുകയും ചെയ്യും. സഹോദരങ്ങളെ, പരിശുദ്ധനായ പൗലോസ്ലീഹായെ പല വിധത്തിൽ വകവരുത്തുവാനായിട്ട് അന്നത്തെ ജനസമൂഹം ആഗ്രഹിക്കുമ്പോഴും ആ ശത്രുക്കളുടെ മുമ്പിൽ വീറുകൂടെ പ്രസംഗിക്കുന്ന ക്രൂശിതനായ യേശുക്രിസ്തുവിനെ ഉദ്ഘോഷിക്കുന്ന പരിശുദ്ധനായ പൗലോസ്ലീഹായെ നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ ജീവിത വിശുദ്ധിയാണ്. മരിച്ചാലും എനിക്ക് ഭയമില്ല, എൻ്റെ കർത്താവിനെ ഞാൻ ഉദ്ഘോഷിക്കും, സത്യം വിളിച്ച് പറയും, ശരിയായ കാര്യം ശരിയാണെന്ന് തന്നെ ഭയം കൂടാതെ വിളിച്ച് പറയുക. അതായിരുന്നു പൗലോസ് ചെയ്തത് കൊണ്ടിരുന്നത്. സെന്റ് അഗസ്റ്റിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ദുഷ്ടമനുഷ്യനിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുമായിരുന്നു. ഞാനാകുന്ന ദുഷ്ടമനുഷ്യൻ, അവൻ തന്നോട് തന്നെ പറഞ്ഞു, ഞാനൊരു ദുഷ്ടനായൊരു മനുഷ്യനാണ്, എന്നെ ഈ ദുഷ്ടമനുഷ്യനിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ എന്ന് അവൻ പറഞ്ഞുകൊണ്ടിരുന്നു. ശിശുക്കളെ പോലെ അവൻ സ്വർഗരാജ്യത്തിൽ കടക്കുവാൻ തടസ്സമായിരിക്കുന്ന ആ ദുഷ്ട സാഹചര്യങ്ങളെ, ചാബല്യങ്ങളെ അവൻ ഭിന്നയ്ക്കുമായി ഉപേക്ഷിക്കുവാൻ തീരുമാനമെടുത്തു. അവനൊരു സെന്റ് അഗസ്റ്റിനായി മാറുന്നു. സഹോദരങ്ങളെ, മഹത്വകരമായ നല്ലൊരു സ്വഭാവം നമുക്ക് കെട്ടിപ്പടുക്കുവാൻ തിന്മകളെ ഉപേക്ഷിക്കാം. ജഡ അഭിലാഷങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കരുത്. ഇവിടെ ബെൽവിൻ എന്താണ് ചെയ്തത്? താൻ തീരുമാനമെടുക്കുകയാണ്, ഇനി ഞാൻ ഒരു വ്യക്തികളെയും നശിപ്പിക്കത്തക്ക രീതിയിലുള്ള ബോംബുകൾ വർഷിക്കുകയില്ല, സമാധാനത്തിന് വേണ്ടി നിലകൊള്ളൂ എന്ന്. ഞാൻ ചെയ്ത് തെറ്റിപ്പോയല്ലോ കൊണ്ടിതം അവൻ്റെ മനസ്സെ കാർന്നു തിന്നുകൊണ്ടിരുന്നു. അവലോക സമാധാനത്തിന് വേണ്ടിയും അനേകം ആളുകൾ കത്താണിയെ അഭയകേന്ദ്രങ്ങൾ നിർമ്മിക്കുന്നതിലും അവരെ ശുശ്രൂഷിച്ചതിലും അവൻ സന്തോഷം കണ്ടെത്തി. സഹോദരങ്ങളെ, ഈ ഒരു ആർജവത്വം നമുക്കുണ്ടാകട്ടെ, ഹൃദയ നൈർമല്യത ഉണ്ടാകട്ടെ. ജഡിക അഭിലാഷങ്ങൾ മരണത്തിലേക്കാണ് നയിക്കുന്ന ചിന്ത നമ്മളെ നയിക്കട്ടെ. ആത്മീക അഭിലാഷങ്ങൾ ജീവനിലേക്കും സമാധാനത്തിലേക്കും നയിക്കും. ലോകം തന്നെ സമാധാനപൂർണ്ണമാകുകയും ചെയ്യും. നമുക്ക് നമ്മുടെ ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. യുദ്ധങ്ങൾ മാറിപ്പോകണമെന്ന് പ്രാർത്ഥിക്കാം. ദൈവമേ, തിന്മയുടെ സ്വാധീനം എടുത്തു മാറ്റണമെന്ന് പ്രാർത്ഥിക്കാം. ദൈവരൂപിയിൽ നിറയണമെന്ന് പ്രാർത്ഥിക്കാം. ലോകത്തെ മുഴുവൻ സമർപ്പിക്കാം. നമ്മെ നമ്മൾ സകലത്തെയും കർത്താവെ കാത്തുകൊള്ളണമേ. സമർപ്പിക്കുന്നു മാതാ, കരുണയായിരിക്കണമേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. സിസ്റ്റം അറിയാം.